PSC പ്രായപരിധി കൂട്ടി സത്യമാണ്. പക്ഷേ ഇനി ഈ പ്രായത്തിലൊക്കെ പഠിച്ചു തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ ചിന്തിക്കുന്നവരടുത്തും ഇങ്ങനെ ചോദിക്കുന്നവരടുത്തും എനിക്ക് പറഞ്ഞ ഒറ്റ മറുപടിയേ ഉള്ളൂ. 36 വയസ്സിൽ കഴിഞ്ഞു എന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ PSC സ്വപ്നം അത് ഒന്ന് പുനർജീവിപ്പിക്കാൻ കിട്ടിയ അവസാനത്തെ അവസരമാണത്. ലൈഫ് ഒരിക്കലും നമുക്ക് സെക്കൻഡ് ചാൻസുകൾ തരാറില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ആ സെക്കൻഡ് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഇത് കൃത്യമായി ഉപയോഗിച്ച് ഒരു PSC ജോലിയിലേക്ക് ലാൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്. ഈ ഒരു യാത്രയിൽ എന്ത് പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണം, ഈ പ്രായത്തിൽ നമുക്കിനി പഠിച്ചെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സിലബസ് ഒക്കെ എങ്ങനെ കവർ ചെയ്യും, ഇനി ഏതൊക്കെ പരീക്ഷകളാണ് വരാനിരിക്കുന്നത്, 100 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലെ? ഈ ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരവുമായിട്ട് ഞങ്ങൾ മനോരമയുമായി കൊലാബറേറ്റ് ചെയ്ത് ഒരു ഫ്രീ സെമിനാർ സംഘടിപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുമുള്ള മറുപടിയും നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ ടെൻഷന്റെ ഒക്കെ പ്രധാനപ്പെട്ട റീസൺസും ഒക്കെ കണ്ടെത്തി അതൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു പവർ പാക്ക് സെഷൻ ആയിരിക്കും അവിടെ എടുക്കാൻ പോകുന്നത്. ഞാൻ നയിക്കുന്ന ആ സെമിനാറിൽ കൂടെ നിങ്ങൾക്ക് ഒരു ഫ്രഷ് എനർജി അത് തരിക എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. എനിക്കറിയാം നിങ്ങളിൽ പലരും PSC ലോഗിനിന്റെ പാസ്വേഡ് പോലും മറന്നുപോയി കാണും അല്ലേ? കാര്യം ഒരിക്കൽ നമ്മൾ ഉപേക്ഷിച്ച സ്വപ്നമാണത്. അപ്പോൾ ഇതിന് പൊടി തട്ടി എടുക്കുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ കാണും. പക്ഷെ ട്രസ്റ്റ് മീ, നമുക്ക് തുടങ്ങാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലേ? സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ. തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. വലിയ അവസരങ്ങളാണ് PSCയിൽ വരാനിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു തവണ നിങ്ങൾ കണ്ട ഒരു സ്വപ്നമാണ് ഒരു PSC ഉദ്യോഗം എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നറിയാമോ? നിങ്ങൾ ജീവിതത്തിൽ ധാരാളം എക്സ്പീരിയൻസുകൾ നേടിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. ആ എക്സ്പീരിയൻസിൽ കൂടെ ആർജിച്ചെടുത്ത സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് സ്കിൽ, പക്വത, ഇതൊക്കെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ മുതൽക്കൂട്ടാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് പ്രായം കഴിഞ്ഞു പോയി എന്ന് കരുതി നിങ്ങൾ മാറ്റിവെച്ച പഴയ പുസ്തകക്കെട്ടൊക്കെ പൊടി തട്ടിയെടുക്കുക. ഈ യാത്രയിൽ നമുക്കത് ആവശ്യം വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ തോൽവി നിങ്ങൾ പണ്ടേ സമ്മതിച്ചു കഴിഞ്ഞതാണ്. പക്ഷെ കേരള PSC അത് സമ്മതിച്ചു തന്നിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു അവസരം പിന്നെയും വെച്ച് നീട്ടിയിരിക്കുന്നത്. പഠിക്കാൻ പ്രായം ഒരു തടസ്സമല്ലേ? നമ്മുടെ തലച്ചോറിലൊക്കെ തുരുമ്പി പിടിച്ച് തുടങ്ങി കാണില്ലേ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഈ 30-ാമത്തെ 40-ാമത്തെ 50-ാമത്തെ വയസ്സിൽ കരിയറുകൾ കെട്ടിപ്പടുത്ത എത്ര വ്യക്തികളാണ് ലോകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളുണ്ട്. നമ്മുടെ സെമിനാറിൽ അതൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യും. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള കഴിവ് കുറഞ്ഞു പോകും എന്നൊക്കെ പറയുന്നത് വെറും തെറ്റിദ്ധാരണയാണ്, അൺസയന്റിഫിക് ആണ്. അപ്പോൾ ഈ ഒരു സെമിനാറിൽ കൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ശാസ്ത്രീയമായി പഠിച്ചു തുടങ്ങേണ്ടത്, നിങ്ങളുടെ തലച്ചോറ് എങ്ങനെയാണെന്ന് റീഫ്രഷ് ചെയ്ത് ഒരു സ്റ്റുഡന്റിന്റെ മെന്റാലിറ്റിയിലേക്ക് കൊണ്ടുവരേണ്ടത്, അതിന്റെ ടെക്നിക്സ്, ടിപ്സ്, അതോടൊപ്പം തന്നെ സ്മാർട്ടായി പരീക്ഷയിൽ മാർക്ക് അടിച്ചെടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എലിമിനേഷൻ ടെക്നിക്സിന്റെ ട്രെയിനിങ്ങും ഈ ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കും. കാര്യം മനോരമ വളരെ വലിയൊരു കാര്യമാണ് ഈ ചെയ്യുന്നത്. പകച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ എവിടെ തുടങ്ങണം അല്ലെങ്കിൽ എവിടെ അവസാനിക്കണം എന്ന് ഒരു പിടിയില്ലാതെ നിൽക്കുന്ന വലിയൊരു ക്രൗഡ് PSCയിൽ ഉണ്ടെന്ന് അവർക്കറിയാം. പ്രായം വെറും ഒരു നമ്പർ ആണെന്ന് PSC തെളിയിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളാണ് തെളിയിക്കേണ്ടത് നിങ്ങളുടെ സെൽഫ് വർത്ത്. PSC നിങ്ങൾ പണ്ട് സ്വപ്നം കണ്ടിരുന്നു, ആ സ്വപ്നത്തിനെ ഒക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുക. നമുക്ക് ഉഷാറായി പഠിച്ചു തുടങ്ങാം. സെമിനാർ ഫ്രീ ആണല്ലോ, നിങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്റ്റഡീസിനകത്ത് ഒത്തിരി ഉപകാരപ്പെടും. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വ്യക്തിയാണെങ്കിലും കോച്ചിങ് എടുക്കുന്ന വ്യക്തിയാണെങ്കിലും എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത് എന്നുള്ള കൃത്യമായൊരു ഒരു ഐഡന്റിറ്റി നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ലഭിക്കും. ഈ ക്ലാസ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഇവിടെ ഒരു പോസ്റ്റർ ആഡ് ചെയ്യാം. ആ പോസ്റ്ററിലുള്ള നമ്പർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ പുഷ് ചെയ്യണം. എല്ലാവരും സെമിനാറിലേക്ക് പങ്കെടുക്കാൻ വരിക.